എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന സ്ഥലത്തിന് ധാരാളം പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ്. സംസ്കൃത ഭാഷയ്ക്ക് മഹത്തായ സംഭാവനകൾ നൽകിയ ഒരു സ്ഥലം. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയായിരുന്ന പുരട്ചി തലവി ജയലളിതയുടെ ജന്മസ്ഥലം. നിരവധി ഇന്ത്യൻ സിനിമകളുടെ ലൊക്കേഷൻ. ഈ സ്ഥലത്തിന്റെ പേരാണ് മേലുക്കോട്ടെ എന്നറിയപ്പെടുന്നത്. അവിടുത്തെ കാഴ്ചകളിലേക്ക് നമുക്കൊരു യാത്ര പോകാം. ആയിരം വർഷം പഴക്കമുള്ള ഒരു പുണ്യകുളം. വാസ്തുവിദ്യാ സൗന്ദര്യങ്ങൾ, ഐതിഹാസിക കഥകൾ, ശാന്തമായ അന്തരീക്ഷം. നിരവധി ദക്ഷിണേന്ത്യൻ സിനിമകളിൽ കാണുന്ന ഒരു ജനപ്രിയ ലൊക്കേഷൻ. ഇതാണ് കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിലുള്ള മേലുക്കോട്ട് എന്ന സ്ഥലം. അവിടെ മനോഹരമായ ഒരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ പേരാണ് മേലുക്കോട്ടെ കല്യാണിക്കുളം എന്നറിയപ്പെടുന്നത്. കടന്നു ചെല്ലുന്ന ഓരോ വ്യക്തികൾക്കും മനോഹരമായ ഫ്രെയിമുകൾ വാഗ്ദാനം ചെയ്യുന്ന കല്യാണിക്കുളത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. കല്ലുതൂണുകളാൽ ഉയർത്തിപ്പിടിച്ച ഇടനാഴികളാൽ ചുറ്റപ്പെട്ട ഒരു വലിയ ടാങ്കാണ് ഈ കാണുന്ന കല്യാണിക്കുളം. ഓരോ തൂണും മനോഹരമായി കൊത്തിവെച്ചിട്ടുണ്ട്. തൂണുകൾക്കും ടാങ്കിനുമിടയിൽ വെള്ളത്തിലേക്കിറങ്ങുന്ന പടികളുടെ കലാവിദ്യ, വാസ്തുവിദ്യ തന്നെ അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. പഴയ കാലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ഇത്തരം സ്റ്റെപ്പ് ടാങ്കുകൾ വാസ്തുവിദ്യയുടെ ഒരു പ്രധാന ഭാഗമായിരുന്നു. കാരണം ഇത്തരം ജലാശയങ്ങൾ പോസിറ്റീവ് എനർജി ഉൾക്കൊള്ളുന്നുവെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നു. ഇവിടെ കടന്നു വരുന്ന ഓരോ ഭക്തരും ഈ വെള്ളത്തിൽ കുളിച്ച് അത് വിശുദ്ധമായി കണക്കാക്കിയിരുന്നു. ഹിന്ദു മതഗ്രന്ഥമായ ഈശ്വര സംഹിത പ്രകാരം ഈ ക്ഷേത്രം നിർമ്മിച്ചത് വരാഹ ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ ഒന്നാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അദ്ദേഹം ഭൂമിയെ രക്ഷിക്കാൻ ഉയർത്തിയപ്പോൾ ഏതാനും തുള്ളി വെള്ളം വീണ് ഉണ്ടായതാണ് ഈ ടാങ്ക് എന്നും വിശ്വസിക്കപ്പെടുന്നു. മറ്റൊരു മതഗ്രന്ഥമായ മത്സ്യപുരാണത്തിലൂടെ നാം കടന്നുപോയാൽ ഈ ടാങ്കിൽ വെള്ള കളിമണ്ണ് നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അത് വിഷ്ണുവിൻ്റെ ഗ്രഹമായ ശ്വേതദ്വീപിൽ നിന്ന് ഗരുഡൻ കഴുകൻ കൊണ്ടുവന്നതാണെന്നും പറയപ്പെടുന്നു. ഹൈന്ദവ ആചാരങ്ങൾക്കായി ഉപയോഗിക്കുന്ന തൂണുകളുള്ള ഹാളാണ് ഈ കാണുന്ന മണ്ഡപം എന്ന് പറയുന്നത്. മണ്ഡപത്തിൻ്റെ വാസ്തുവിദ്യ അതിശയിപ്പിക്കുന്നതാണ്. മേലുക്കോട്ടേക്ക് എപ്പോഴെങ്കിലും പോയാൽ എന്ത് നഷ്ടമായാലും തീർച്ചയായും ഈ മണ്ഡപം കാണാൻ മറക്കരുത്. അതിമനോഹരമായ ഇടനാഴികളും കൊത്തുപണികളും തൂണുകളും കൊണ്ട് മനമയക്കുന്ന കാഴ്ചയാണ് മേലുക്കോട്ടെ ഈ കല്യാണിക്കുളം. അതുകൊണ്ട് തന്നെയാണ് പല ചലച്ചിത്ര സംവിധായകരുടെയും ഇഷ്ടപ്പെട്ട ലൊക്കേഷനായും ദക്ഷിണേന്ത്യൻ സിനിമകളുടെ ഒരു ജനപ്രിയ ലൊക്കേഷനായും ഇത് മാറിയത്.
ട്രെയിൻ, ബസ്, ഫ്ലൈറ്റ് ഈ 3 മാർഗങ്ങൾ ഉപയോഗിച്ച് മാണ്ടിയിലുള്ള മേലുക്കോട്ട് എന്ന സ്ഥലത്ത് എത്തിച്ചേരാം. ട്രെയിനിൽ വരുവാണെങ്കിൽ ശ്രീരംഗപട്ടണത്തിനടുത്തുള്ള പാണ്ഡവപുര എന്ന റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണം. മേൽക്കോട്ടിൽ നിന്ന് 25 കിലോമീറ്റർ അകലെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. ബസ് വഴിയാണ് വരുന്നതെങ്കിൽ ബാംഗ്ലൂരിനും മാണ്ടിക്കുമിടയിൽ പതിവായി ബസ്സുകളുണ്ട്. മാണ്ഡ്യ മേൽക്കോട്ടയിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയാണ്. മാണ്ടിയിൽ നിന്ന് മേൽക്കോട്ടയിലേക്ക് പ്രാദേശിക ബസ്സുകളുണ്ട്. ഫ്ലൈറ്റ് വഴിയാണെങ്കിൽ ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം മൈസൂരാണ്. 69 കിലോമീറ്ററാണ് ഇവിടത്തേക്കുള്ള ദൂരം. ചരിത്രവും ക്ഷേത്രങ്ങളും വാസ്തുവിദ്യയും ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലങ്ങളിലൊന്നാണ് മേൽക്കോട്ടെ ഇത്തരം ക്ഷേത്രങ്ങൾ. പവിത്രമായ നഗരം, വളരെ മനോഹരവും പഴയ കാലത്തേക്ക് പോകാനുള്ള മനോഹരമായ ഒരു സ്ഥലവും കൂടിയാണ് ഇത്തരം ക്ഷേത്രങ്ങൾ. തീർച്ചയായും നിങ്ങൾക്ക് ഈ യാത്രാ വിവരണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മേലുക്കോട്ടയിലെ കൂടുതൽ വിശേഷങ്ങളും ചരിത്രപരമായ കാര്യങ്ങളുമായി വരും എപ്പിസോഡുകളിൽ വീണ്ടും കണ്ടുമുട്ടാം.